Hi students, welcome back to our EVS class. Today we will study the 9th chapter of Standard 1 EVS, that is Festivals. This is your 9th chapter, Festivals. Have you heard about festivals? Festivals എന്ന് പറഞ്ഞാൽ എന്താണ്? We celebrate many festivals. Okay, Onam festival, Christmas, Diwali, Holi. Okay, these are the festivals. Festivals are special days. Okay, we celebrate festivals with our family and friends. നമ്മൾ festivals ഒക്കെ നമ്മൾ celebrate ചെയ്യുന്ന ആരുമായിട്ട് ചേർന്നാ with our family and friends. നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ടാണ് നമ്മൾ festivals celebrate ചെയ്യുന്നത്. Okay, we celebrate many festivals every year. Okay, we have a holiday on important festivals. അതായത് important festivals. ഓണം ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ആണ്. ഓണത്തിന് നമ്മൾ എന്താണ്, നമുക്ക് ഹോളിഡേ ആണ് അല്ലേ, ഓണം ഹോളിഡേസ്. ലെറ്റ് us learn more about festivals. അപ്പോൾ ഫെസ്റ്റിവൽസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. First we are going to study about Diwali. Can you see this? Diwali is the festival of lights. അതായത് നമ്മൾ ദീപാവലിക്ക് വീട്ടിൽ ലൈറ്റൊക്കെ കത്തിച്ച് വെക്കും അല്ലേ, ദിയാസ്, ക്യാൻഡിൽസ്, ഇതെല്ലാം നമ്മൾ ദീപാവലിക്ക് വീട്ടിൽ നമ്മൾ കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ദീപാവലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഇവിടെ നിങ്ങൾ കണ്ടോ, കുറച്ച് കുട്ടികളൊക്കെ ലൈറ്റ് കത്തിക്കുന്ന കണ്ടോ? പീപ്പിൾ ലൈറ്റ് ദിയാസ് ആൻഡ് ക്യാൻഡിൽസ്, wear new clothes and eat sweets on Diwali. Bursting firecrackers makes the air dirty, so we should not burst firecrackers. അതായത് പടക്കം പൊട്ടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദീപാവലി ആകുമ്പോൾ ആൾക്കാരെല്ലാം പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചാൽ എന്ത് പറ്റും? ഇറ്റ് മേക്സ് ദ എയർ ഡേർട്ടി. അതായത് നമുക്ക് ശ്വസിക്കാനുള്ള ഈ എയർ എല്ലാം അഴുക്കായിട്ട് പോകും. So we should not burst firecrackers. What is Diwali? Diwali is the festival of lights. People light diyas and candles. We wear new clothes and eat sweets on Diwali. Okay, Diwali is the festival of lights. Okay, and next is Holi. ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഹോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. പീപ്പിൾ സെലിബ്രേറ്റ് ഹോളി ബൈ പുട്ടിങ് കളേഴ്സ് ഓൺ ദെയർ ഫ്രണ്ട്സ്. അതായത് ദീപാവലി എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. ഹോളി എന്ന് പറഞ്ഞാൽ ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. കളേഴ്സിൻ്റെ ഫെസ്റ്റിവലാണ് ഹോളി എന്ന് പറഞ്ഞാൽ. ഹോളിയുടെ ദിവസം ആൾക്കാരെന്ത് ചെയ്യും? ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളേഴ്സൊക്കെ ദേഹത്തേക്ക് വലിച്ചെറിയും. ഓക്കെ, ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. പീപ്പിൾ സെലിബ്രേറ്റ് ഹോളി ബൈ പുട്ടിങ് കളേഴ്സ് ഓൺ ദെയർ ഫ്രണ്ട്സ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? കളേഴ്സ് ഓഫ് ഹോളി. ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഓൺലി ഡ്രൈ കളേഴ്സ്. വി ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ ഓർ യൂസ് കളേഴ്സ് ദാറ്റ് ക്യാൻ ഹാം അതേഴ്സ് ഓൺ ഹോളി. അതായത് നമ്മൾ ഹോളിക്ക് ഏത് ടൈപ്പ് കളേഴ്സ് യൂസ് ചെയ്യണം? ബെറ്റർ ടു യൂസ് ഡ്രൈ കളേഴ്സ്. അതായത് ഡ്രൈ ആയിട്ടുള്ള കളേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ വാട്ടറൊക്കെ വേസ്റ്റാക്കി കളയുക അല്ലേ. വി ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ ഓർ യൂസ് കളേഴ്സ് ദാറ്റ് ക്യാൻ ഹാം അതേഴ്സ് ഓൺ ഹോളി. ഓക്കെ, അതായത് നമ്മൾ വേറെ കളേഴ്സ്, അഴുക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്താൽ എന്ത് പറ്റും? അതൊക്കെ മറ്റുള്ളവർക്ക് ഹാംഫുള്ളായിട്ട് വരും. അപ്പം ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആൻഡ് ദീപാവലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. മാറിപ്പോകരുത്. നെക്സ്റ്റ് ഈസ് ഈദ് ഉൽ ഫിത്തർ. ക്യാൻ യു സീ ദിസ്? പീപ്പിൾ സെലിബ്രേറ്റിംഗ് ഈദ്. ഈദ് ഉൽ ഫിത്തർ ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ എ മന്ത് ഓഫ് ഫാസ്റ്റിംഗ്. അതായത് ഈദ് ഉൽ ഫിത്തർ അല്ലേ, ഈദ് ഉൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാസത്തെ
ഫാസ്റ്റിങ്ങിന് ശേഷം ഒരു മാസം അവർ വ്രതം എടുത്തിട്ടാണ് ഈദുൽ ഫിത്തർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ ഗോ ടു മോസ്ക് ടു പ്രേ. അതായത് ഈദുൽ ഫിത്തർ ആ ദിവസം എവിടെയാണ് ആൾക്കാർ പോകുന്നത്? പീപ്പിൾ ഗോ ടു മോസ്കിൽ പോകും അല്ലേ? മോസ്ക് ടു പ്രേ ആൻഡ് വിയർ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഗീവ് സ്വീറ്റ്സ് ടു ഈച്ച് അതർ. അതായത് അന്നേ ദിവസം ഈദുൽ ഫിത്തറിൻ്റെ ദിവസം അവർ പുതിയ ഡ്രസ്സൊക്കെ ഇടും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും. ഓക്കെ, നോക്കിയേ, ഈദുൽ ഫിത്തർ ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ എ മന്ത് ഓഫ് ഫാസ്റ്റിംഗ്. അപ്പം വിച്ച് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ എ മന്ത് ഓഫ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈദുൽ ഫിത്തർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്രിസ്മസ്. അത് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th December. നമ്മൾ എന്നാ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വി സെലിബ്രേറ്റഡ് ക്രിസ്മസ് ഓൺ 25th December. ഡിസംബർ 25th നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്മസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലേ? അന്നേ ദിവസമാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത്. പീപ്പിൾ പ്രേ ഇൻ എ ചർച്ച് ആൻഡ് ഡെക്കറേറ്റ് ദെയർ ഹോംസ് വിത്ത് ക്രിസ്മസ് ട്രീസ്. അന്നേ ദിവസം എല്ലാവരും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ദെയർ ഹോംസ് വിത്ത് ക്രിസ്മസ് ട്രീ. വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കും? ക്രിസ്മസ് ട്രീസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. ദേ ഗീവ് ഗിഫ്റ്റ് ടു ദെയർ ലൗഡ് വൺസ് ഓൺ ദിസ് ഡേ. അതായത് നമ്മുടെ ആൾക്കാർക്കെല്ലാം, നമ്മുടെ ലൗഡ് വൺസിനെല്ലാം നമ്മൾ എന്ത് കൊടുക്കും? ഗിഫ്റ്റൊക്കെ കൊടുക്കും അല്ലേ? ക്രിസ്മസിൻ്റെ ദിവസം നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ടീച്ചേഴ്സിന്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കസിൻസിനെ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കും? ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th December to celebrate the birth of Jesus Christ. Okay. Next is Pongal. Can you see this? People celebrating Pongal. കണ്ടോ? പൊങ്കൽ എന്ന് പറഞ്ഞാൽ കണ്ടോ? ഇവിടെ ഒരു കലമൊക്കെ വെച്ച് ഉണ്ടോ പൊങ്കൽ റെഡിയാക്കുന്നുണ്ടോ? പൊങ്കൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി. ജനുവരിയിലാണ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ ഡെക്കറേറ്റ് ദെയർ ഹോംസ്. അതായത് ആൾക്കാർ അവരുടെ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വിയർ ന്യൂ ക്ലോത്ത്സ്, പുതിയ ക്ലോത്ത്സ് ഒക്കെ ഇടും. ആൻഡ് ഈറ്റ് സ്പെഷ്യൽ സ്വീറ്റ്സ് ഓൺ ദിസ് ഡേ. അതായത് ഈ പൊങ്കലിൻ്റെ ദിവസം അവർ സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ കഴിക്കും. അപ്പം പൊങ്കൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി. പൊങ്കൽ എന്നാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് പീപ്പിൾ സെലിബ്രേറ്റിംഗ് പൊങ്കൽ. Next is national festivals. India celebrate 3 national festivals. അതായത് നമുക്കറിയാം which is our country? India is our country and India celebrates 3 national festivals. അതായത് നമുക്ക് 3 national festivals ഉണ്ട്. First one is Republic Day. Okay. First one is Republic Day. Republic Day is celebrated on 26th January. നമ്മൾ എന്നാ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓൺ 26th January. ക്യാൻ യു സീ ദിസ്? റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഇൻ ന്യൂഡൽഹി. നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് അല്ലേ? വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓൺ 26th January. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ നാഷണൽ ഫെസ്റ്റിവൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഡേ. Independence Day is celebrated on 15th August. അതായത് 15th Augustലാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 26th January ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 15th August. ഓക്കെ, മാറിപ്പോകരുത്. നെക്സ്റ്റ് ഈസ്
Gandhi Jayanti. Gandhi Jayanti is observed on 2nd October to mark the birthday of the father of our nation, Mahatma Gandhi. അതായത് ഗാന്ധി ജയന്തി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 2nd ഒക്ടോബറിലാണ്. ഒക്ടോബർ 2 ആണ് ഗാന്ധി ജയന്തി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. ഫാദർ ഓഫ് അവർ നേഷൻ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ? നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാ ഗാന്ധി. ഗാന്ധി ജയന്തി ഈസ് ദ ബർത്ത്ഡേ ഓഫ് the father of our nation, Mahatma Gandhi. Okay. These are the festivals. Once again, Diwali. Diwali is the festival of lights. And Holi. Holi is the festival of colors. And Eid al-Fitr. Eid al-Fitr is celebrated after 1 month of fasting. അതായത് ഒരു മാസത്തെ വ്രതം എടുത്തതിന് ശേഷമാണ് ഈദ് ഉൽ ഫിത്തർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രിസ്മസ്. ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th December. Okay. It is celebrated on the birth of Jesus Christ. Next is Pongal. Pongal is celebrated on the month of January. ജനുവരിയിലാണ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Next is national festival. There are 3 main national festivals. Republic Day. Republic Day is celebrated on 26th January. Independence Day. Independence Day is celebrated on 15th August. And Gandhi Jayanti. Gandhi Jayanti is celebrated on 2nd October. And it is the birthday of our father of our nation, Mahatma Gandhi. Okay. This is your chapter 9. Chapter 9 is over. You study well. We will meet in the next class. Bye.